നമസ്കാരം. പ്രധാന വാർത്തകൾ. ഏലംകുളം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ അഴിമതി ആരോപിച്ച് LDF പ്രക്ഷോഭത്തിൽ. കൊട്ടേഷൻ ഇല്ലാതെ പഞ്ചായത്ത് അംഗത്തിന്റെ വാഹനത്തിന് ഫണ്ട് അനുവദിച്ചതിനെതിരെ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ചെറുപ്പശ്ശേരിയിൽ കഞ്ചാവ് വേട്ട. അന്യസംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലത്തു നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 1/2 കിലോയോളം കഞ്ചാവ് പോലീസ് പിടികൂടി. ബീഹാർ സ്വദേശി അറസ്റ്റ്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്കെതിരെ വീണ്ടും വിമർശനവുമായി നഗരസഭാ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ. ആശുപത്രിയിലെത്തുന്നവർക്ക് കൃത്യമായ ചികിത്സ ലഭിക്കുന്നില്ലെന്ന് ആക്ഷേപം. സേവന മനോഭാവത്തോടെയല്ല ഡോക്ടർമാർ രോഗികളെ കാണുന്നതെന്നും കൗൺസിലിൽ വിമർശനം. പട്ടാമ്പി പാലത്തിന്റെ പേരിൽ UDF നടത്തുന്ന സമരം ആഭാസമെന്ന് LDF നേതാക്കൾ. സമരം ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടുന്നു. UDFന്റെ സമരാഭാസങ്ങൾക്കെതിരെ പ്രതിഷേധ സംഗമങ്ങൾ നടത്തുമെന്നും LDF നേതാക്കൾ. പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കാൻ ടെൻഡറായി. മണ്ണാർക്കാട് തെങ്കര തത്തേങ്ങലത്ത് റബ്ബർ ഷീറ്റ് മോഷണം. 400 കിലോ റബ്ബർ ഷീറ്റും 200 കിലോ ഒട്ടുപാലും മോഷണം പോയി. CCTV ഓഫാക്കിയാണ് മോഷണം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. നിരവധി കേസുകളിൽ പ്രതിയായ കൊട്ടേഷൻ സംഘാംഗം നെല്ലായ സ്വദേശി മുഹമ്മദ് മുനീർ ചെറുപ്പശ്ശേരിയിൽ അറസ്റ്റിൽ. അറസ്റ്റ് ചായക്കടയിൽ വെച്ച് മധ്യവയസ്കനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ. കാപ്പ നിയമ ലംഘനം നടത്തി മലപ്പുറം ജില്ലയിൽ പ്രവേശിച്ച പ്രതിയെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ഏലംകുളം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ അഴിമതി ആരോപിച്ച് ശക്തമായ സമരവുമായി LDF രംഗത്ത്. കൊട്ടേഷനില്ലാതെ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ വാഹനത്തിന് ഫണ്ട് അനുവദിച്ചതിനെതിരെ LDFന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. UDF ഭരിക്കുന്ന ഏലംകുളം ഗ്രാമപഞ്ചായത്തിനെതിരെ അഴിമതി ആരോപിച്ച് സമരം ശക്തമാക്കിയിരിക്കുകയാണ് LDF. കൊട്ടേഷൻ ഇല്ലാതെ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ വാഹനത്തിന് ഫണ്ട് അനുവദിച്ചതിനെതിരെ LDFന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധ മാർച്ച് CPM പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി അംഗം V ഹനീഫ ഉദ്ഘാടനം ചെയ്തു. സമരം ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പെരിന്തൽമണ്ണയിൽ അറിയപ്പെടുന്ന 3 ട്രാവൽസുകൾ ചോദിച്ചു. അവര് പറഞ്ഞു, നിങ്ങളൊരു ഇന്നോവ കാറിൽ കോഴിക്കോട്ടേക്ക് പോവുകയാണെങ്കിൽ ഒരു ദിവസത്തെ കറക്കം കറങ്ങി തിരിച്ചു വരുമ്പോൾ ഏകദേശം 3900-3800 രൂപ വരും. നിങ്ങളുടെ പഞ്ചായത്തിൽ 16 വാർഡുകളാണുള്ളത്. ആ 16 വാർഡിന്റെ അകത്ത് 4000 രൂപ പ്രതിദിനം കൊടുത്ത് വാഹനം ഓടുന്ന ഒരു സാഹചര്യമുണ്ടോ? അങ്ങനെ കൊടുക്കുമ്പോൾ ആ പഞ്ചായത്തിലുള്ള നമ്മുടെ സാധാരണ ജനങ്ങൾ കൊടുക്കുന്ന, നിങ്ങൾ കൊടുക്കുന്ന നികുതി പണമാണ് പഞ്ചായത്തിന്റെ വരുമാനം. ഉപയോഗിക്കാൻ നിയമമുണ്ട്. എങ്ങനെ അതിശക്തമായ ഒരു പ്രതിഷേധം വന്നാൽ, അതിശക്തമായ ഒരു നാഷണൽ കലാമിറ്റി ഉണ്ടാകുമ്പോൾ അതിനു വേണ്ടിയിട്ട് കൊട്ടേഷൻ പിടിക്കാൻ സമയമില്ല. ഓടിച്ചാരികളോട് പിന്നെ അംഗീകാരം വാങ്ങിയാൽ മതി. വെള്ളം ഉരുൾപൊട്ടിയോ, വെള്ളം കൂടിയോ, കുത്തിപ്പോയ ദിവസം വെള്ളം കൂട്ടി അത് പോയൊക്കെ എന്തിനാ സുമാരായില്ലോ? നടന്നു പോയാലും കാണാനല്ലേ? പിന്നെ ഒന്നാമത് കഴിഞ്ഞാൽ കുത്തിപ്പോയല്ലേ? അല്ലെ, നമ്മുടെ സ്മാരകം കഴിഞ്ഞാൽ കുത്തിപ്പോയാ. അപ്പൊ എന്താണ്? ദൂർത്ത് അഴിമതി തന്നെയാണത്. 16-ാം തീയതി യോഗത്തിൽ ചോദിക്കുന്നു, എവിടെയാണ് ഇതിന്റെ കൊട്ടേഷൻ? അപ്പൊ പറയുന്നു കൊട്ടേഷൻ ഇല്ല. CPI ജില്ലാ കമ്മിറ്റി അംഗം MA അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. CPM LC സെക്രട്ടറി അജിത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ NP ഉണ്ണികൃഷ്ണൻ, P സുധീർ ബാബു, MR മനോജ്, സമദ് താമരശ്ശേരി, സാവിത്രി, അനിത പളത്ത്, സ്വപ്ന സുബ്രഹ്മണ്യൻ, വിജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ വാഹനം 1 മാസമായി തകരാറായി കിടക്കുകയാണ്. ഇതുകാരണം 12-ാം വാർഡ് അംഗത്തിന്റെ വാഹനം വാടകയ്ക്കെടുക്കുകയും ഒരു ദിവസം 4000 രൂപ കണക്കിൽ 1 മാസത്തിന് 1,20,000 രൂപ അനുവദിക്കുകയും ചെയ്തു. ഈ തുക കൊട്ടേഷൻ ഇല്ലാതെ അനുവദിച്ചതാണെന്ന് LDF നേതാക്കൾ ആരോപിച്ചു. ഈ പ്രശ്നത്തിൽ പ്രതിഷേധിച്ച് LDF അംഗങ്ങൾ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ചേർന്ന
പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോന്നിരുന്നു. പഞ്ചായത്തിന്റെ ഉപയോഗിച്ചിരുന്ന വാഹനത്തിനു പകരം മറ്റു ടാക്സി വാഹനങ്ങൾ കരാർ അടിസ്ഥാനത്തിൽ ഓടിക്കുന്നതിന് ബോർഡ് തീരുമാനപ്രകാരം കൊട്ടേഷൻ ക്ഷണിക്കണമെന്നാണ് വ്യവസ്ഥ. ഇങ്ങനെയിരിക്കെ ബോർഡ് യോഗത്തിൽ അജണ്ട വെച്ച് ഫണ്ട് അനുവദിക്കാത്തതിനാലും കൊട്ടേഷൻ ക്ഷണിക്കാത്തതിനാലുമാണ് പ്രതിഷേധ സമരം നടത്തിയതെന്ന് LDF അംഗങ്ങൾ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും 12ാം വാർഡ് അംഗവും രാജിവെക്കണമെന്ന് LDF പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ചെറുപ്പശ്ശേരിയിൽ കഞ്ചാവ് വേട്ട. അന്യസംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലത്തു നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 1/2 കിലോയോളം കഞ്ചാവ് പോലീസ് പിടികൂടി. ബീഹാർ സ്വദേശിയെ അറസ്റ്റ് ചെയ്തു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് അന്യസംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലത്തു നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 1/2 കിലോയോളം കഞ്ചാവ് ചെറുപ്പശ്ശേരി പോലീസ് പിടികൂടിയത്. ടൗണിൽ ഇവർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ വേഷം മാറിയെത്തിയായിരുന്നു പോലീസിന്റെ പരിശോധന. പോലീസിനെ കണ്ടപ്പോൾ ഇറങ്ങിയോടാൻ ശ്രമിച്ചയാളുടെ കയ്യിലുണ്ടായിരുന്ന കവർ പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് കിട്ടിയത്. ബീഹാർ സ്വദേശി രാജീവ് ജയ്സ്വാലിനെയാണ് അറസ്റ്റിലായത്. ചെറിയ പാക്കറ്റുകളിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. ഇത് തൂക്കി വിൽക്കാൻ ഉപയോഗിച്ച ത്രാസും പിടികൂടി. ചെറുപ്പശ്ശേരിയിലും സമീപ പ്രദേശങ്ങളിലും സ്ഥിരമായി കഞ്ചാവ് വിൽപ്പന നടത്തുന്ന ആളാണ് പ്രതിയെന്ന് പോലീസ് പറഞ്ഞു. ഇയാൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്നവരെ ഉൾപ്പെടെ കണ്ടെത്താൻ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു. SHO T ശശികുമാർ, ശ്രീകൃഷ്ണപുരം SHO S അനീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ചെറുപ്പശ്ശേരി SI D ഷബീബ് റഹ്മാൻ, അഡീഷണൽ SI ബൈജു, CPOമാരായ രാജീവ്, മത്തായി, പ്രശാന്ത്, ഹോംഗാർഡ്, വിനോദ് എന്നിവരാണ് കഞ്ചാവ് പിടികൂടിയത്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി നഗരസഭാ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ. ആശുപത്രിയിൽ എത്തുന്നവർക്ക് കൃത്യമായ ചികിത്സ ലഭിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു വിമർശനം. വെള്ളിയാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനത്തെ ചൊല്ലി ഭരണ പ്രതിപക്ഷാംഗങ്ങൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. അസുഖം ബാധിച്ചെത്തിയ 10 വയസ്സുകാരനെ പരിശോധിക്കാതെ ഡോക്ടർ മടക്കി അയച്ചതായി കോൺഗ്രസ് അംഗം M ഗോപൻ പറഞ്ഞു. കഴിഞ്ഞ 19-ാം തീയതി ഇവളൊരു വിഷയം ഉണ്ടായി. നിങ്ങൾ ആർക്കും അറിഞ്ഞുവെന്ന് എനിക്കറിയില്ല. ഈ 19-ാം തീയതി നിഷാം എന്ന് പറഞ്ഞൊരു 10 വയസ്സുകാരനാണ് ആ ഹോസ്പിറ്റലിനകത്ത് ഛർദ്ദിച്ച അവശനായി ആ കൊച്ചിനെ കൊണ്ട് നേരെ കാഷ്വാലിറ്റിയിലേക്ക് കടന്നു ചെന്നപ്പോ അവിടെ നിന്ന് അവർ പറഞ്ഞത് ഇന്ന് ഓഫീലുള്ളത് പീഡിയാട്രീഷ്യനാണ്, നിങ്ങൾ അവർ അവിടെ പോയി കാണും എന്ന് പറഞ്ഞ് ആ ആളുകളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ആ ഡോക്ടർ 1 മണി വരെ ആ കുട്ടീനെ അവിടെ നിർത്തി 1 മണിക്ക് ആ കുട്ടീനെ മുൻപിൽ ഇരുത്തിയിട്ട് ആ ഡോക്ടർ പ്രിസ്ക്രിപ്ഷന്റെ മുമ്പിൽ പ്രിസ്ക്രിപ്ഷൻ എഴുതാൻ വേണ്ടി ആ കുട്ടിയെ ചികിത്സിക്കാൻ നോക്കാൻ വേണ്ടി കൊടുന്ന് ഇരുത്തിയിട്ട് ഈ OP ടിക്കറ്റ് നമ്പർ ഇട്ടിട്ട് ആ മരുന്ന് എഴുതാതെ അയാളുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ ഇറക്കി വിട്ടു. എന്താണ് ഇവിടെ നടക്കുന്നത് ഈ ഹോസ്പിറ്റലിനകത്ത്? ഇത് വെറും ഒരു ആരോപണമല്ല. ഇതിനകത്ത് കൃത്യമായ തെളിവുകൾ എന്റെ കയ്യിലിരിക്കുന്നുണ്ട്. ഇതിനകത്ത് അവർ കൊടുത്ത പരാതി സ്വീകരിക്കാൻ ആ ഹോസ്പിറ്റലിലെ ആളുകൾ തയ്യാറായിട്ടില്ല. അവർ പറഞ്ഞത് ഡോക്ടർ സൂപ്രണ്ടിനടുത്ത് പോയപ്പോ സൂപ്രണ്ട് സ്ഥലത്തില്ല. നിങ്ങൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞെങ്കിൽ കുറച്ച് കഴിഞ്ഞ് പരാതി കൊടുക്കാൻ പരാതി കഴിഞ്ഞ് പോയപ്പോ അവരെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഓഫീസിലെ ആളുകൾ അവരോട് പറഞ്ഞിട്ടുണ്ട് സൂപ്രണ്ടിന് 2 ദിവസത്തിനില്ല, നിങ്ങൾ പിന്നെ വരൂ. അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് ഇവരോട് നയപരമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഈ ആളുകളെ വിട്ടിരിക്കുക. വേണം ഒന്ന് ആലോചിക്കും നിങ്ങൾ. ഇതൊരു ചെറിയ കുട്ടി, 10 വയസ്സായ കുട്ടി. എന്റെ വീട്ടിൽ കൊച്ചുണ്ട്, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ കൗൺസിലർമാരുടെ വീട്ടിൽ കുട്ടികളുണ്ട്, ഇല്ലേ? ആ ഹോസ്പിറ്റലിനകത്തുള്ളത് അവർ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? ഒരു ഹോസ്പിറ്റലിന്റെ അതിന്റെ ആദ്യ സേവനത്തെ നശിപ്പിക്കാൻ കൊട്ടേഷൻ എടുത്ത ആളുകളാണ് അതിന്റെ ഡോക്ടർമാരെന്ന് പറഞ്ഞിരിക്കുന്നത്. സേവന മനോഭാവത്തോടെയല്ല ഡോക്ടർമാർ രോഗികളെ കാണുന്നതെന്നും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാനും ചെയ്യിക്കാനുമുള്ള കഴിവ് ഭരണസമിതിക്ക് ഇല്ലാത്തതാണ് ആശുപത്രിയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്ന് ലീഗ് അംഗം നുഷി നൈസം പറഞ്ഞു. അല്ലെങ്കിൽ ഒരു കൗൺസിലർ കാണുമ്പോഴോ അല്ലെങ്കിൽ ചെയർപേഴ്സൺ പോകുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആളുകൾ ഇതിന്റെ പിന്നിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് തോന്നുമ്പോൾ മാത്രം ഒരു പ്രവർത്തനം ഉണ്ടാവേണ്ടതല്ല. ഇതിന് കറക്റ്റായിട്ട് പ്രവർത്തിക്കാൻ മാർഗനിർദ്ദേശം കൊടുക്കാനും അത് ചെയ്യിപ്പിക്കാനുള്ള കഴിവ് ഭരണസമിതിക്ക് ഇല്ലാത്തതിന്റെ വലിയൊരു നഷ്ടമാണ്. ഇപ്പോഴത്തെ ഈ ഹോസ്പിറ്റലിൽ ഈ ഒരു രീതിയിലായിപ്പോയത്. കറക്റ്റായിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കാനും മാത്രമല്ല, പരാതികൾ വാങ്ങി വെക്കലും മാത്രമല്ല, ആ പരാതികളുടെ മേലിൽ നടപടി എടുക്കാനും അത് ചെയ്യുന്നുണ്ടോ കൃത്യമായിട്ട് പരിശോധിക്കാനുള്ള കഴിവ് ഭരണസമിതിക്ക് ഉണ്ടെങ്കിൽ ഇന്ന് ഈ ഹോസ്പിറ്റലിൽ തരത്തിലാവില്ല. ഒറ്റപ്പാലം ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിരുന്നു ഒരുപാട് ആളുകൾ. ഇന്ന് അങ്ങനത്തെ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച്
നല്ലത് ഒരു മനുഷ്യൻ പോലും പറയുന്നില്ല. വർഷങ്ങളായി താലൂക്ക് ആശുപത്രിയിൽ ജോലി ചെയ്യുന്നവരെ കൃത്യമായി കാരണങ്ങൾ ബോധിപ്പിക്കാതെ സൂപ്രണ്ട് പിരിച്ചുവിട്ടതായും BJP അംഗം C. സജിത്ത് പറഞ്ഞു. താലൂക്ക് ആശുപത്രിയെ ഈ കെടുകാര്യസ്ഥതയിലേക്ക് എത്തിക്കാൻ സൂപ്രണ്ട് തന്നെ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ടെന്നും വർഷങ്ങളായി ജോലി ചെയ്യുന്നവരെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സൂപ്രണ്ട് പിരിച്ചുവിട്ടതെന്ന് പരിശോധിക്കണമെന്നും CPM അംഗവും വൈസ് ചെയർമാനുമായ K. രാജേഷ് പറഞ്ഞു. ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറ്റകരമായിട്ടുള്ള അനാസ്ഥ ഈ ജീവനക്കാരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിരിച്ചുവിടുന്നതിന് ആളുകളില്ല. പക്ഷെ 11 വർഷക്കാലം 12 വർഷക്കാലം 6 വർഷക്കാലം തുച്ഛമായ വേതനത്തിന് സാധാരണ മനുഷ്യർ തൊഴിലെടുത്തിരുന്ന പാവപ്പെട്ട ആളുകൾ അവർക്ക് വേതന വർധനവ്, ഇപ്പൊ പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ, അങ്ങനെ പുതിയ ആളുകളെ നിയമിക്കാം എന്ന കാര്യം, ഇതൊക്കെ വരുമ്പോ ഇന്ന് വരെ പണിയെടുത്ത ആളുകളെ ഒരു തരത്തിലും കൃത്യവിലോപം നടത്താത്ത, ഒരു തരത്തിലും അനാസ്ഥയില്ലാത്ത ആ ആളുകളെ എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞയച്ചത്? ഇത് പരിശോധിക്കട്ടെ. ഇത് പരിശോധിക്കാനാണ് കഴിഞ്ഞ തവണ HMC കൂടി ആ HMC ചെയർപേഴ്സൺ ഉൾപ്പെടെ തീരുമാനമെടുത്തു. പക്ഷെ തീരുമാനം വന്നില്ല. കുറ്റകരമായ അനാസ്ഥ സൂപ്രണ്ടിന്റെ ഭാഗത്തുണ്ടാവാം, വെച്ചു പൊറിപ്പിക്കാൻ വേണ്ടി കഴിയില്ല. നമ്മളെന്താ പറയേണ്ടത്? ഇവിടെ ആരോപണം ഉന്നയിക്കല്ലേ വേണ്ടത്. ഈ കൗൺസിൽ ഒന്നടങ്കം പറയട്ടെ, ഇങ്ങനെ താലൂക്ക് ആശുപത്രിയെ ഈ കെടുകാര്യസ്ഥതയിലേക്ക് എത്തിക്കാൻ ആ സൂപ്രണ്ടിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. നേരാവണ്ണം നയിച്ചു കൊണ്ടുപോകാൻ നേതൃത്വം കൊടുക്കേണ്ട സൂപ്രണ്ടിന് പോരായ്മ സംഭവിക്കാം. സെപ്റ്റംബർ 2 ചേരുന്ന ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിൽ വിഷയങ്ങൾ ചർച്ച ചെയ്യാമെന്ന് ചെയർപേഴ്സൺ K. ജാനകി ദേവി അറിയിച്ചു. ഉച്ചഭക്ഷണ അരിയിൽ തിരിമറി നടത്തി ലക്ഷങ്ങളുടെ നഷ്ടം വരുത്തിയെന്ന പരാതിയിൽ ഒറ്റപ്പാലം താലൂക്ക് സപ്ലൈകോ ഡിപ്പോയിൽ സീനിയർ അസിസ്റ്റന്റിനെതിരെ കേസ്. ഡിപ്പോ മാനേജറുടെ പരാതിയിൽ സീനിയർ അസിസ്റ്റന്റ് ആയിരുന്ന S. പ്രമോദിനെതിരെയാണ് ഒറ്റപ്പാലം പോലീസ് കേസെടുത്തത്. FCIയിൽ നിന്നും ഉച്ചഭക്ഷണത്തിനായി ഒറ്റപ്പാലത്തെ ഡിപ്പോയിൽ എത്തിച്ച 246 ചാക്ക് അരിയുടെ കണക്കിൽ ക്രമക്കേട് നടത്തിയെന്നാണ് മാനേജറുടെ പരാതി. ഇതുവഴി സപ്ലൈകോയ്ക്ക് 5 ലക്ഷത്തിലധികം രൂപ നഷ്ടം നേരിട്ടതായും പരാതിയിൽ പറയുന്നു. ജൂൺ 22-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. സ്റ്റോക്കുകൾ കൈകാര്യം ചെയ്തിരുന്ന സീനിയർ അസിസ്റ്റന്റായിരുന്ന S. പ്രമോദിനെതിരെ മാനേജർ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. രേഖകൾ വിശദമായി പരിശോധന നടത്തിയ വകുപ്പുതല അന്വേഷണത്തിലാണ് നഷ്ടം നേരിട്ടതായി കണ്ടെത്തിയത്. തുടർന്ന് ഇയാളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ഡിപ്പോ മാനേജർ പോലീസിൽ പരാതി നൽകിയത്. ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർ A. അജീഷിന്റെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിക്കുന്നത്. പട്ടാമ്പി പാലത്തിന്റെ കൈവരികളുടെ പേരിൽ തിരക്കേറിയ ടൗണിൽ മണിക്കൂറുകളോളം യാത്രക്കാരെ തടഞ്ഞുവെച്ച UDF നടത്തിയ സമരം നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയെന്നും ജനങ്ങളോട് മാപ്പ് പറയണമെന്നും LDF നേതാക്കൾ. UDFന്റെ സമരാഭാസങ്ങൾക്കെതിരെ LDF പട്ടാമ്പിയിൽ പ്രതിഷേധ സംഗമങ്ങൾ നടത്തുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പിയിൽ പാലത്തിന്റെ പേരിൽ UDF നടത്തിയത് സമരാഭാസമാണ്. നിലവിൽ UDF നേരിടുന്ന പ്രശ്നങ്ങൾ മറയ്ക്കാനാണ് ജനത്തെ ദുരിതത്തിലാക്കിയുള്ള സമരത്തിന് നേതൃത്വം നൽകിയത്. ഇതിനവർ ജനങ്ങളോട് മാപ്പ് പറയണം. പാലത്തിന്റെ കൈവരികൾ നിർമ്മിക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാർ പൂർത്തിയാക്കി. പ്രവൃത്തി കരാറുകാരനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് പ്രവൃത്തി ആരംഭിക്കുമെന്നും LDF നേതാക്കൾ പറഞ്ഞു. കുറച്ച് ദിവസമായി UDFകാർ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിക്കകത്തുള്ള പ്രശ്നങ്ങൾ, കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള ഗ്രൂപ്പ് പ്രശ്നങ്ങൾ, ഇതിൽ നിന്നെല്ലാം തലയൂരാൻ വേണ്ടിയാണ് അവർ കുറച്ച് ദിവസമായി ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സാന്നിധ്യം അറിയിക്കാൻ, പട്ടാമ്പിയിൽ സാന്നിധ്യം അറിയിക്കാൻ ഒരാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. അത് പോയിട്ട് കോമാളിത്തരാകുകയാണ്, റിയൽ കോമാളി. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് ലീഗിന് ഈ സീറ്റ് പോകരുത്, കോൺഗ്രസിന് തന്നെ സീറ്റ് കിട്ടണം, ഇതൊരു ഭാഗത്താഗ്രഹം. കോൺഗ്രസിന് അകത്താവട്ടെ വേറെ പിടിയും വലി, ഇതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇത്തരം കോമാളിത്തം നാടകങ്ങൾ കളിക്കുന്നതിൻ്റെ ഭാഗമായി പട്ടാമ്പിയിൽ വല്ലാത്ത പ്രശ്നങ്ങളുണ്ടായിട്ടില്ല. അനാവശ്യമായ കൃത്രിമമായ ഗതാഗത കുരുക്കാണ് കുറച്ച് ദിവസങ്ങളാക്കിയിട്ട് അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പട്ടാമ്പി മണ്ഡലത്തിലെ UDF നിരവധി പ്രശ്നങ്ങളുടെ നടുവിലാണ്. ഗ്രൂപ്പ് വഴക്ക് അതിന്റെ എല്ലാ സീമകളും ലംഘിക്കുന്നു. മണ്ഡലത്തിന് പുറത്തു നിന്നുമുള്ള നേതാക്കളാണ് അവരെ നിയന്ത്രിക്കുന്നത്. UDFന്റെ അക്രമ സമരങ്ങൾക്കെതിരെ LDF പട്ടാമ്പിയിൽ പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ആളുകളുടെ കയ്യിൽ നിന്ന് ഷെയർ വിരിച്ചുകൊണ്ട് പല സ്ഥാപനങ്ങളും നടക്കുന്നുണ്ട്. അതിൽ പല സ്വർണ്ണക്കള്ളക്കടത്താണ് ഏറ്റവും. സ്വർണ്ണക്കള്ളക്കടത്ത് തന്നെയാ. ജ്വല്ലറിയിൽ മുക്കുപണ്ടം വെച്ചിട്ടാണ് ഇപ്പോൾ ഈ പണമൊക്കെ തട്ടിക്കൊണ്ടെന്നാണ് പറയുന്നത്. പിന്നെ എന്താ പറയുക, KSFയിൽ റോഡ് ഗോൾഡ് വെച്ചിട്ടാണ് ഈ പണം തട്ടിക്കൊണ്ടെന്ന് അവർ നടത്തുന്ന ജ്വല്ലറികളുണ്ട്. അപ്പോൾ അവിടെ കൊടുക്കുന്നത് യഥാർത്ഥ സ്വർണ്ണമാണോ എന്ന് ജനങ്ങൾ ചോദിക്കും. ഒരു സംശയവും വേണ്ട.
കാരണം ഇവരെന്നെ ഉടമസ്ഥന്മാരെന്നെ 7 കോടി രൂപയ്ക്ക് കള്ളസ്വർണ്ണമാണ് വെച്ച് പണം തട്ടിയെങ്കിൽ അവർ നടത്തുന്ന ജ്വല്ലറി പോലും പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വ്യാപകമായ തിരിമറി തന്നെയാണ്. അതിനിവിടുത്തെ ലീഗ് നേതൃത്വം വ്യക്തമായ മറുപടി പറയണം. ഞാനിത് പറയാൻ കാരണം ഇവിടെ TG സൂചിപ്പിച്ചു, ഇവർ തമ്മിൽ ലീഗും കോൺഗ്രസും തമ്മിൽ തല്ല് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്ക് വേണ്ടിയിട്ട് മത്സരിക്കണം, ആർക്ക് സീറ്റ് കിട്ടണം എന്നുള്ളതാണ്. വാർത്താ സമ്മേളനത്തിൽ LDF നേതാക്കളായ T ഗോപാലകൃഷ്ണൻ, P സുന്ദരൻ, K പരമേശ്വരൻ, അഷ്റഫ് അലി വല്ലപ്പുഴ, KP അബ്ദുറഹ്മാൻ, MN കരുണാകരൻ, അനൂപ് വല്ലപ്പുഴ തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കാൻ ടെൻഡറായതോടെ ഇനി നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കും. അതിവേഗത്തിൽ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പാലക്കാട് സ്വദേശിയാണ് ടെൻഡർ എടുത്തിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ജൂലൈ 30-നുണ്ടായ കനത്ത മഴയിലാണ് പട്ടാമ്പി പാലത്തിന് മുകളിലൂടെ പുഴ ഒഴുകിയത്. 31 മുതൽ പാലത്തിലൂടെയുള്ള ഗതാഗതവും നിരോധിച്ചിരുന്നു. മഴയിൽ പാലത്തിന്റെ കൈവരികൾ തകർന്നു. തുടർന്ന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പാലം കാൽനടയാത്രയ്ക്കും വാഹനയാത്രയ്ക്കും തുറന്നുകൊടുക്കുകയായിരുന്നു. നിബന്ധനകളോടെയാണ് പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തത്. എന്നാൽ പാലം തുറന്നതോടെ പട്ടാമ്പി ടൗൺ ഗതാഗതക്കുരുക്കിൽ അമരുകയും ചെയ്തിരുന്നു. കൈവരികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനർനിർമ്മിച്ച് പാലം പൂർണ്ണതോതിൽ ഗതാഗതത്തിന് തുറന്നുകൊടുക്കണമെന്ന ആവശ്യം ഉയർന്നു. ഈ ആവശ്യം ഉന്നയിച്ച് UDF ഉൾപ്പെടെ പ്രത്യക്ഷ സമര പരിപാടികളുമായി രംഗത്തെത്തി. ഇതിനിടെയാണ് പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കാൻ ടെൻഡർ വിളിച്ചത്. ഈ ടെൻഡറാണ് കഴിഞ്ഞ ദിവസം തുറന്നത്. പാലക്കാട് സ്വദേശി ജയപ്രകാശാണ് 18 ലക്ഷം രൂപ ചെലവിൽ കൈവരികൾ പുനഃസ്ഥാപിക്കാനുള്ള ടെൻഡർ എടുത്തിരിക്കുന്നത്. ഉടൻ തന്നെ ഇതിന്റെ പ്രവൃത്തികൾ ആരംഭിക്കുമെന്നാണ് വിവരം. കൈവരികൾ നിർമ്മിച്ചു കൊണ്ടുവന്ന് പാലത്തിന് മുകളിൽ വെൽഡ് ചെയ്ത് സ്ഥാപിക്കുന്ന തരത്തിലാവും നിർമ്മാണം നടത്തുക. നിരവധി കേസുകളിൽ പ്രതിയായ കൊട്ടേഷൻ സംഘാംഗം മുഹമ്മദ് മുനീറിനെ ചെറുപ്പളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ചെറുപ്പളശ്ശേരിയിലെ ചായക്കടയിൽ വെച്ച് മധ്യവയസ്കനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. നിരവധി മോഷണ കേസുകളിലും വീട്ടിൽ കയറി ആക്രമിച്ചതുൾപ്പെടെയുള്ള ക്രിമിനൽ കേസുകളിലും പ്രതിയാണ് നെല്ലായ പട്ടിശ്ശേരി സ്വദേശി കടുമുടിയിൽ വീട്ടിൽ മുഹമ്മദ് മുനീർ. കഴിഞ്ഞ ആഴ്ച ചെറുപ്പളശ്ശേരിയിലെ ചായക്കടയിൽ ചായ കുടിക്കാൻ എത്തിയയാളെ ആക്രമിച്ച സംഭവത്തെ തുടർന്ന് ഒളിവിലായിരുന്ന മുനീറിനെ ബാംഗ്ലൂരിലെ മടിവാളയിൽ നിന്നാണ് ചെറുപ്പളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓഗസ്റ്റ് 11-നാണ് കേസിനാസ്പദമായ സംഭവം. ചെറുപ്പളശ്ശേരി പാലക്കാട് റോഡിലെ ചായക്കടയിൽ രാത്രി 12 മണിയോടെ ചായ കുടിക്കാൻ എത്തിയ അബ്ദുൽ ഖാദർ എന്നയാളെ മുനീറും സംഘവും ഭീഷണിപ്പെടുത്തുകയും തെറിവിളിക്കുകയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അബ്ദുൽ ഖാദർ നൽകിയ പരാതിയിലാണ് 1-ാം പ്രതി മുഹമ്മദ് മുനീറിനെ സെക്ഷൻ 308 പ്രകാരം ചെറുപ്പളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വിവിധ ജില്ലകളിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കാപ്പ നിയമലംഘനം നടത്തി മലപ്പുറം ജില്ലയിൽ പ്രവേശിച്ച പ്രതിയെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിലും ലഹരി വിൽപ്പന കേസുകളിലും പ്രതിയായ തേലക്കാട് സ്വദേശി നെച്ചിത്തുടി വീട്ടിൽ മുഹമ്മദ് ഷിഹാബുദ്ദീനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കാപ്പ നിയമപ്രകാരം 1 വർഷത്തേക്കാണ് മുഹമ്മദ് ഷിഹാബുദ്ദീന് മലപ്പുറം ജില്ലയിൽ പ്രവേശന വിലക്ക് ഉണ്ടായിരുന്നത്. ഈ വിലക്ക് മറികടന്ന് ജില്ലയിൽ എത്തിയ പ്രതിയെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിലും ലഹരി വിൽപ്പന കേസുകളിലും പ്രതിയാണ് തേലക്കാട് സ്വദേശി നെച്ചിത്തൊടി വീട്ടിൽ മുഹമ്മദ് ഷിഹാബുദ്ദീൻ. പെരിന്തൽമണ്ണ DYSP സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ, SI ഷിജോസി തങ്കച്ചൻ എന്നിവരും ജില്ലാ ആന്റി നർക്കോട്ടിക് സ്ക്വാഡും ചേർന്ന സംഘമാണ് പെരിന്തൽമണ്ണ നഗരത്തിൽ നിന്നും പ്രതിയെ പിടികൂടിയത്. കാപ്പ നിയമപ്രകാരം ഈ മാസം 7-നാണ് മുഹമ്മദ് ഷിഹാബുദ്ദീനെ 1 വർഷത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നത് വിലക്കിയ ഉത്തരവ് നടപ്പിലാക്കിയത്. ഉത്തരവ് അനുസരിച്ച് ജില്ലാ പോലീസ് മേധാവിയുടെ മുൻകൂർ അനുമതിയില്ലാതെ ജില്ലയിൽ പ്രവേശിക്കാൻ പാടുള്ളതല്ല. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കുലിക്കല്ലൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിൻ തട്ടി തമിഴ്നാട് സ്വദേശി മരിച്ചു. ഏറെക്കാലമായി മപ്പാട്ടുകരയിൽ താമസിക്കുന്ന കോയമ്പത്തൂർ സ്വദേശി രത്നമാണ് മരിച്ചത്. രാത്രിയാണ് സംഭവം. ചെറുപ്പളശ്ശേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഭാര്യ ബിന്ദു, മകൻ ചാൾസ് ക്രിസ്റ്റഫർ. കൂറ്റനാട് ചാലിശ്ശേരിയിൽ പനി ബാധിച്ച് യുവതി മരിച്ചു. മുക്കൂട്ട് കമ്പനിപ്പടി താമസിക്കുന്ന കണ്ടാരാമത്ത് പുഞ്ചയിൽ സതീഷ് കുമാറിന്റെ മകൾ ഐശ്വര്യയാണ് മരിച്ചത്. ചെന്നൈയിൽ കാത്തലിക് സിറിയൻ ബാങ്ക് ജീവനക്കാരിയായിരുന്നു ഐശ്വര്യ. പനി ബാധിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ചെന്നൈയിൽ നിന്നെത്തി കുന്നംകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച രാത്രിയാണ് മരണപ്പെട്ടത്. ചെറുപ്പളശ്ശേരിയിലെ കോഴി മാലിന്യ ഫാക്ടറിക്കെതിരായ CPIMന്റെ സമരം രാഷ്ട്രീയ നാടകമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. ഒരു ഭാഗത്ത് ഫാക്ടറിക്ക് അനുകൂലമായ നടപടി CPM ഭരിക്കുന്ന നഗരസഭ സ്വീകരിച്ചു. മറുഭാഗത്ത് ഫാക്ടറിക്കെതിരായി സമരം ചെയ്യുന്നത് ജനങ്ങളെ കബളിപ്പിക്കലാണെന്നും ചെറുപ്പളശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു.
പെന്ന അഗ്രോ ഇൻഡസ്ട്രി എന്ന സ്ഥാപനത്തിനെതിരെ ചെറുപ്പുളശ്ശേരിയിലെ CPM ഇപ്പോൾ നടത്തുന്ന സമരം രാഷ്ട്രീയ നാടകമാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ പ്രദേശത്തെ ജനങ്ങളെ കബളിപ്പിക്കലാണ്. ഒരു ഭാഗത്ത് നഗരസഭ, CPM ഭരിക്കുന്ന നഗരസഭ ആ ഫാക്ടറിക്ക് 2 വർഷത്തേക്ക് ലൈസൻസ് അനുവദിക്കുകയും മറുവശത്ത് ചെറുപ്പുളശ്ശേരി ടൗണിൽ CPM പൊറാട്ട് നാടകം കളിക്കുകയുമാണ്. ആ പ്രദേശത്തെ ജനങ്ങളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് ഈ നിലപാട് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പോൾ ചെറുപ്പുളശ്ശേരി നഗരസഭയിലെ CPM ആ പ്രദേശത്തെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവരെ പറഞ്ഞ് പറ്റിച്ച് അവരോടൊപ്പം ഇനി ഏതാനും മാസങ്ങൾക്ക് കഴിഞ്ഞാൽ ചെറുപ്പുളശ്ശേരി നഗരസഭ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് അവരെ ഒപ്പം ചേർക്കാൻ വേണ്ടി ഒരു ചെപ്പടി വിദ്യയാണ് ആ സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. ഇപ്പോൾ ചെറുപ്പുളശ്ശേരി ടൗണിൽ സമര നാടകം നടത്തുന്നുണ്ട് CPM. ശരിക്കും എന്താണ് അവർ ആ കോട്ട 23-ാം വാർഡിലെ കുന്നും പ്രദേശത്ത് ആ ജനങ്ങളോട് അല്പമെങ്കിലും കൂറുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താണ്? നഗരസഭയ്ക്ക് മുമ്പിൽ പോയി അവർ സമരം നടത്തുകയല്ലേ വേണ്ട? അല്പം പോലും കൂറ് ആ പാർട്ടിക്കാർ ആ പ്രദേശത്തെ ജനങ്ങളോട് CPMനുണ്ടെങ്കിൽ അതാണ് അവർ ചെയ്യേണ്ടത്. ഇത്രയും അവിടെ ജനങ്ങൾക്ക് ദുർഗന്ധം വമിച്ച് ബുദ്ധിമുട്ടും പ്രയാസം അനുഭവപ്പെടുന്നു അത് അറിയാവുന്ന നഗരസഭ ഈ ഫാക്ടറിക്ക് ലൈസൻസ് പുതുക്കി കൊടുത്തത് അത് നല്ലൊരു തീരുമാനമാണോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. പരിശോധിക്കണ്ടേ? ഇത് 2021 ഈ സ്ഥാപനം പെന്ന അഗ്രോ ഫുഡ് പ്രൊഡക്ട്സ് എന്നാണ് ഈ സ്ഥാപനത്തിന് MSME ലൈസൻസ് എടുക്കാൻ വേണ്ടി അവർ കൊടുത്തത്. ആ സ്ഥാപന ഉടമകൾ കൊടുത്തിരിക്കുന്നത്. എന്നാൽ മുനിസിപ്പാലിറ്റിയിൽ DNO ലൈസൻസിന് വേണ്ടി കൊടുക്കുമ്പോൾ പെന്ന അഗ്രോ ഇൻഡസ്ട്രീസായി മാറി. അവിടെ തന്നെ ഒരു ഇരട്ടത്താപ്പ് വരുന്നു. അതോടൊപ്പം തന്നെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന സ്ഥലം നിൽക്കുന്നത് 23-ാം വാർഡ് കോട്ടക്കുന്ന് പ്രദേശത്താണ് നിൽക്കുന്നത്. ലൈസൻസ് എടുക്കുന്നതോ 22-ാം വാർഡ് 387/1 എന്നുള്ള നമ്പറിലാണ് ലൈസൻസ് എടുത്തിരിക്കുന്നത്. 2021 ലൈസൻസ് എടുക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ ഒരു ദുരൂഹത മണക്കാണ്. ഈ ലൈസൻസ് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയിരിക്കുന്നത്, ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നടത്തിയിരിക്കുന്നത് മുൻ ഷൊർണൂർ MLA ആണ്. ഇപ്പോഴുള്ള മുനിസിപ്പൽ ചെയർമാൻ അതിൻ്റെ അധ്യക്ഷം വഹിച്ചിട്ടുള്ളതാണ്. ആ വാർഡ് മെമ്പറായിട്ടുള്ള ദിവംഗതനായ അദ്ദേഹവും ആ കൂടെ ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ട്. എവിടെ? ഈ കോട്ടക്കുന്ന് പ്രദേശത്ത്. ശരിക്കും കോട്ടക്കുന്നിൽ നിലനിൽക്കുന്ന സ്ഥാപനത്തിന് 22-ാം വാർഡിൽ എങ്ങനെ ലൈസൻസ് ഇഷ്യൂ ചെയ്തു? നഗരസഭ പരിശോധിക്കണം അത്. പിന്നെ ഇപ്പോൾ നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യത്തിന് ഞാൻ ഒരു മറുപടി പറയാം. നഗരസഭ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു എന്ന് പറഞ്ഞു. ശരി, അംഗീകരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ അവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ജനങ്ങൾ സമരം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരിക്കുന്നത്. നാളെ ഇപ്പോൾ ഒരു അടിയന്തര കൗൺസിൽ വിളിച്ചതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനെ കൂടി ഒരു കാര്യം പറയാം. കൗൺസിൽ എടുക്കേണ്ട തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെയൊക്കെ വ്യക്തിപരമായ അഭിപ്രായം പറയുന്നത് എന്താ വെച്ചാൽ അവർ കോടതിയിൽ നിന്ന് ഓർഡർ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നഗരസഭ കോടതിയിൽ പോകണം. കാരണം ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുകയാണ് നഗരസഭയുടെ ആവശ്യം. ഇടവേള. വാർത്തകൾ തുടരുന്നു. മണ്ണാർക്കാട് തെങ്കര തത്തേങ്ങലത്ത് CCTV ഓഫാക്കി റബ്ബർ ഷീറ്റ് മോഷണം. റബ്ബർ ഷീറ്റിനൊപ്പം ഒട്ടുപാലും നഷ്ടമായി. സംഭവസ്ഥലത്ത് ഡോഗ് സ്ക്വാഡും പോലീസും പരിശോധന നടത്തി. തത്തേങ്ങലത്ത് ബെന്നി തോമസിന്റെ ഉടമസ്ഥയിലുള്ള റബ്ബർ തോട്ടത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം 400 കിലോ റബ്ബർ ഷീറ്റും 200 കിലോ ഒട്ടുപാലും മോഷണം പോയത്. തൊഴിലാളികൾ ഉച്ചഭക്ഷണത്തിനായി പോയ സമയത്താണ് മോഷണം നടന്നത്. ഈ സമയത്ത് CCTV കട്ട് ചെയ്തിരുന്നു. ഇതിനു മുൻപും നിരവധി തവണ വിവിധ തോട്ടങ്ങളിൽ നിന്ന് റബ്ബർ ഷീറ്റും ഒട്ടുപാലും മോഷണം പോയതായി തൊഴിലാളിയായ രതീഷ് പറഞ്ഞു. ഞാൻ ടാപ്പ് ചെയ്തതുകൊണ്ട് 12 മണി വരെ തോട്ടത്തിലുണ്ടായിരുന്നു. 12 മണിക്ക് ശേഷം ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോവുകയും അത് കഴിഞ്ഞ് ഷീറ്റ് അടിക്കാൻ വേണ്ടി ഒരു 4-4:30 വരുമ്പോൾ വന്ന് നോക്കുമ്പോൾ പൂട്ട് പൊളിച്ച് കിടക്കുകയും അത് കണ്ടപ്പോൾ ഒട്ടുപാല് ശ്രദ്ധിച്ചപ്പോൾ ഒട്ടുപാല് അവിടെ നിന്ന് ഒരുപാട് 100-200 കിലോ ഒട്ടുപാല് എടുത്തു പോയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അപ്പുറത്ത് സ്റ്റോർ ചെയ്യാനുള്ള റൂമുണ്ട് ഷീറ്റിൻ്റെ. അതിൽ 1200 കിലോ ഷീറ്റോളം അവിടെ ഉണ്ടായിരുന്നു. അതിൽ 600 കിലോളം ഷീറ്റ് 300 കിലോളം ഷീറ്റ് എടുത്ത് കൊണ്ടായിട്ടുണ്ട്.
അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം നമ്മുടെ മുതലാളിനെ വിളിച്ച് ക്യാമറ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ 2 ടാപ്പിംഗുകാരുണ്ടായിരുന്നു. ടാപ്പിംഗുകാരെ വിളിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ അയൽവാസികളുടെ അടുത്ത് ചോദിച്ചു. ഇന്നമാതിരി കളവ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ നേരെ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. ഞങ്ങൾ ക്യാമറയിൽ നോക്കുമ്പോൾ 12:50 മുതൽ 1:38 വരെ ക്യാമറ ഫുള്ള് കട്ടാണ്. അതിനുശേഷം ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്. തന്നെ തൊട്ടപ്പുറത്ത് തന്നെ ജയൻ്റെ തൃക്കമ്പറ്റ ജയൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും ഒട്ടുപാലും നിരന്തരം ഇവിടെ ചുറ്റുവട്ടത്തോടെ ഒട്ടുപാലും ചീറ്റും പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസത്തിലാണ് തത്തേങ്ങലത്ത് കിണറിൽ സ്ഥാപിച്ചിരുന്ന മോട്ടർ, വീടിന്റെ ഗേറ്റ്, റബ്ബർ ഷീറ്റ്, ഒട്ടുപാൽ, തേങ്ങ, വാഴക്കുല, കുളത്തിൽ വളർത്തുന്ന മീനടക്കം പലവിധ സാധനങ്ങൾ മോഷണം പോയത്. മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകിയെങ്കിലും കള്ളനെക്കുറിച്ച് സൂചന പോലും ലഭിച്ചില്ല. എത്രയും വേഗം കള്ളന്മാരെ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഒറ്റപ്പാലം മിനി സിവിൽ സ്റ്റേഷനിലെ പട്ടാമ്പി ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിലും ആലത്തൂർ മിനി സിവിൽ സ്റ്റേഷനിലെ ലാൻഡ് ട്രിബ്യൂണൽ ഹിയറിംഗ് ഹാളിലും വിജിലൻസിന്റെ പരിശോധന. ആലത്തൂരിൽ ഹിയറിംഗ് നടത്തുന്നതിനിടെ ലാൻഡ് ട്രിബ്യൂണൽ തഹസിൽദാർ എ മുരളീധരൻ ഓഫീസ് രജിസ്റ്ററിൽ രേഖപ്പെടുത്താതെ സ്വന്തം കൈവശവും കാറിലും സൂക്ഷിച്ച 49,000 രൂപയും പിടിച്ചെടുത്തു. പട്ടാമ്പി ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ തയ്യാറാക്കി വെച്ച 800-ലേറെ പട്ടയങ്ങൾ അപേക്ഷകൾക്ക് അയച്ചുകൊടുക്കാതെ കെട്ടിക്കിടക്കുന്നതായും കണ്ടെത്തി. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു പരിശോധന. ആലത്തൂർ ഹിയറിംഗ് ഹാളിൽ ഇടനിലക്കാരായ നൌഷാദ് മാത്തൂർ, റിട്ടയർഡ് ഡെപ്യൂട്ടി തഹസിൽദാരായ കൂട്ടാല പുഷ്പരാജ്, വടക്കാഞ്ചേരി അബ്ദുൾ റഹ്മാൻ എന്നിവർ നടപടിക്രമങ്ങളിൽ നിയമവിരുദ്ധമായി ഇടപെടുന്നത് കണ്ടെത്തിയതായും വിജിലൻസ് പറഞ്ഞു. പട്ടയം ഓഫീസിൽ സൂക്ഷിക്കേണ്ട ഫയലുകളും 1 വർഷം മുൻപുള്ള പട്ടയം ഓർഡർ പകർപ്പുകളും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. പരിശോധനയിൽ ഇൻസ്പെക്ടർമാരായ ബിൻസ് ജോസഫ്, ഷിജു എബ്രഹാം, ഗസ്റ്റഡ് ഓഫീസർമാരായ ചിറ്റൂർ ബ്ലോക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആർ രവി, പാലക്കാട് സോയിൽ ടെസ്റ്റിംഗ് ലാബ് ഓഫീസർ എ അശ്വിൻ, സബ് ഇൻസ്പെക്ടർമാരായ ബി സുരേന്ദ്രൻ, വി ബൈജു, എ മോഹൻദാസ്, SCPOമാരായ കെ ഉവൈസ്, PG വിനീഷ് കുമാർ, ആർ രാജേഷ്, കെ സുഭാഷ്, എം മനോജ്, KV വിമേഷ്, ആർ ബാലകൃഷ്ണൻ, കെ സുജിത്ത്, CPO വി സന്തോഷ്, ഡ്രൈവർമാരായ എ ഷാൻവാസ്, ജിതിൻ മാത്യു എന്നിവർ പങ്കെടുത്തു. പട്ടാമ്പി ഓങ്ങല്ലൂർ കാരക്കാട് പാറപ്പുറത്ത് വിദ്യാർത്ഥിയെ പോലീസ് ആളുമാറി വീട്ടിൽ കയറി മർദ്ദിച്ച സംഭവത്തിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടതായി മുഹമ്മദ് മോഹസിൻ MLA. വിഷയം SPയെ ധരിപ്പിച്ചിട്ടുണ്ട്. ഷൊർണൂർ DYSP അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയതായും MLA അറിയിച്ചു. പാറപ്പുറത്ത് വിദ്യാർത്ഥിയെ പോലീസ് ആളുമാറി മർദ്ദിച്ചു എന്നുള്ള ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ഉടനെ തന്നെ പാലക്കാട് SPയെ വിളിച്ചു പറഞ്ഞു. SP ആ കാര്യം പരിശോധിക്കുകയും DYSPയെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ബന്ധപ്പെട്ട പോലീസുകാരൻ ഒരു വ്യക്തിയാണ്, മുഴുവൻ പോലീസുകാരല്ല. ഒരു വ്യക്തി നേരത്തെ ഒരു വാഹനം നിർത്താതെ പോയപ്പോൾ അതിൻ്റെ പിറകെ പോയി ചേസ് ചെയ്തു. ആ വാഹനം മറ്റൊരു വീട്ടിൽ പാർക്ക് ചെയ്തിരുന്നു. അവിടെ ചെന്ന് ആള് മാറി ഒരു കുട്ടിയെ പിടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. അത് സ്വാഭാവികമായിട്ടും പോലീസ് അങ്ങനെ മർദ്ദിക്കാൻ പാടില്ല. മാത്രമല്ല ഇത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അത് ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അടിയന്തരമായി നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ DYSPയുടെ നേതൃത്വത്തിൽ, ഷൊർണൂർ DYSPയുടെ നേതൃത്വത്തിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം നടക്കും. വളരെ കർശനമായിട്ടുള്ള നടപടി ബന്ധപ്പെട്ട പോലീസുകാരൻ എതിരായിട്ടുണ്ടാകും എന്നതിൽ സംശയമില്ല. വളരെ നന്നായി പ്രവർത്തിക്കുന്ന പോലീസ് സംവിധാനത്തിൽ ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട ചില വ്യക്തികൾ ആ സംവിധാനത്തെ മുഴുവൻ മോശമാക്കാനുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അത് നോക്കി നിൽക്കില്ല. അത്തരത്തിലുള്ള മോശമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കണ്ടാൽ അതിനെതിരെ നടപടി ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് DYSPയോടും SPയോടും പറയുകയും അന്വേഷണം നടത്തി കർശനമായ നടപടി എടുക്കാൻ വേണ്ടി പറയുകയും ചെയ്തിട്ടുണ്ട്. KSRTCയിലെ പഴയ ബസ്സുകൾ മാറ്റണമെന്ന ആവശ്യം പരിഗണിക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. മണ്ണാർക്കാട് KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ സന്ദർശനം നടത്തിയപ്പോഴാണ് ഇക്കാര്യം മന്ത്രി അറിയിച്ചത്. മണ്ണാർക്കാട് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ബസ്സുകളിൽ 12 എണ്ണം 16 വർഷം കഴിഞ്ഞവയാണ്. ഇവ മാറ്റി നൽകണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രിക്ക് നിവേദനം നൽകി. അട്ടപ്പാടിയിലേക്ക് ചെറിയ ബസ് അനുവദിക്കുന്ന കാര്യവും പരിഗണിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. മണ്ണാർക്കാട് സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ ഒഴിവുള്ള MVI തസ്തികയിൽ പകരം ആളെ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. അട്ടപ്പാടിക്കൊക്കെ ചെറിയ ബസ് വരട്ടെ, പുതിയ ബസ് വരട്ടെ. കസ്റ്റേഴ്സ് നമ്മൾ ചെറിയ വണ്ടി കസ്റ്റേഴ്സ് വണ്ടി എടുക്കുന്നില്ല. കാരണം കസ്റ്റേഴ്സ് വണ്ടിക്കുള്ള കുഴപ്പമെന്ന് വെച്ചാൽ കസ്റ്റേഴ്സ് വണ്ടിക്കും ഇതേ ഒരു ഡീസൽ മെയിൻ്റനൻസ് എല്ലാം ആള് കുറച്ച് നീ വലിയ വണ്ടി ഓടിക്കണം, അല്ലെങ്കിൽ മിനി ബസ്. ഉൾപ്രദേശത്തെ ചെറിയ വണ്ടിയുള്ള
നമ്മളിപ്പോൾ ആ AMAമാരെ നിയമിക്കാൻ കഴിഞ്ഞാൽ ഉടനെ അവർക്ക് പ്രൊമോഷൻ ലൈസൻസേഷൻ അവർ ബാക്ക്ലോഗ് ഇല്ല എന്ന് പറയുന്നുണ്ട്. നമ്മൾ എല്ലാ ആഴ്ചയും ഞാൻ ഒരാഴ്ച മീറ്റിംഗ് വിളിക്കുന്നു. അതിൽ ബാക്ക്ലോഗ് ഉണ്ടെന്ന് അവർ പറയുന്നു. പാലക്കാട് എൻഫോഴ്സ്മെന്റ് നാളെ വരും. ഞാൻ RTO പറഞ്ഞു. എൻ ഷംസുദ്ദീൻ MLA, KTDC അധ്യക്ഷൻ PK ശശി, അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ TK സന്തോഷ്, ജില്ലാ ഡിപ്പോ എഞ്ചിനീയർ സുനിൽ തുടങ്ങിയവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. അമ്പലപ്പാറയിൽ ആരോഗ്യ വിഭാഗവും പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ 44 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാത്ത 6 സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ചുമത്തുകയും ചെയ്തു. അമ്പലപ്പാറ പൊതുജനാരോഗ്യ വിഭാഗത്തിന്റെയും ഒറ്റപ്പാലം പോലീസിന്റെയും നേതൃത്വത്തിൽ അമ്പലപ്പാറ പബ്ലിക് ഹെൽത്ത് ഓഫീസർ ഡോക്ടർ M അനുപമയുടെ നിർദ്ദേശാനുസരണമാണ് ഹെൽത്തി കേരള ആൻഡ് കോഡ്പ പരിശോധന നടത്തിയത്. പഞ്ചായത്ത് പരിധിയിലെ 12 സ്ഥാപനങ്ങളിൽ പരിശോധന ഉണ്ടായി. ഒരു കടയിൽ നിന്നും 44 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നം പിടികൂടി. കട ഉടമയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. 6 സ്ഥാപനങ്ങൾക്കെതിരെ പുകയില നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാത്തതിന് പിഴ ചുമത്തി. ഹെൽത്ത് കാർഡില്ലാത്ത തൊഴിലാളികൾക്ക് കാർഡ് എടുക്കുന്നതിനുള്ള നിർദ്ദേശം നൽകി. SI K ജയചന്ദ്രൻ, ASI ഷീല, CPO സജിത്ത്, ഹെൽത്ത് സൂപ്പർവൈസർ CM രാധാകൃഷ്ണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ K സുധി, KD ദീപക്, ജോസഫ് ബിനു, CS രതീഷ് കുമാർ, വിധുലക്ഷ്മി എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. മാലിന്യമുക്തം നവകേരളം പ്രചരണത്തിൽ വിദ്യാർത്ഥികളെ കൂടി പങ്കാളികളാക്കും. മലപ്പുറം ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികളും ശുചിത്വ അംബാസഡർമാരാകും. ജില്ലാ കളക്ടർ അധ്യക്ഷതയിൽ മലപ്പുറത്ത് മാലിന്യമുക്ത നവകേരളം യോഗം ചേർന്നു. ഒക്ടോബറിൽ ജില്ലയിലെ വീടുകൾ സന്ദർശിച്ച് വിപുലമായ ക്യാമ്പയിൻ നടത്തും. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ച് വിപുലമായ പ്രചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാർത്ഥികളെയും ശുചിത്വ അംബാസഡർമാരാക്കി പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുള്ള അവബോധം എല്ലാ വീടുകളിലും എത്തിക്കുന്നതിന് ഒക്ടോബർ 2, 5, 6 തീയതികളിൽ സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾ വീടുകളും സ്ഥാപനങ്ങളും സന്ദർശിക്കും. മാലിന്യ സംസ്കരണം മികച്ച രീതിയിൽ നടപ്പിലാക്കുന്ന വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും വിദ്യാർത്ഥികൾ പുരസ്കാരം നൽകും. മാലിന്യമുക്ത നാട് എൻ്റെ അവകാശം എന്ന സന്ദേശവുമായാണ് വിദ്യാർത്ഥികൾ മാലിന്യമുക്ത പ്രചാരണത്തിന്റെ ഭാഗമാവുക. മാർച്ച് വരെ നീണ്ടു നിൽക്കുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് രൂപം നൽകുന്നതെന്നും ഇത് ഫലപ്രദമായി നടപ്പിലാക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം ആവശ്യമാണെന്നും കളക്ടർ VR വിനോദ് പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അരുൺ രംഗൻ, അസിസ്റ്റന്റ് ഡയറക്ടറും മാലിന്യമുക്ത നവകേരളം നോഡൽ ഓഫീസറുമായ PB ഷാജു, മാലിന്യമുക്തം നവകേരളം ജില്ലാ കോർഡിനേറ്റർ ബീന സണ്ണി, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ AD ജോസഫ്, വിദ്യാഭ്യാസ ഉപഡയറക്ടർ KP രമേശ് കുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ക്യാമ്പയിന്റെ ഭാഗമായി ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തും. MCFകൾ സന്ദർശിച്ച് പാഴ്വസ്തു ശേഖരണം, മാലിന്യം തരംതിരിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നതിന് അവസരമൊരുക്കും. എൻ്റെ വിദ്യാലയം മാലിന്യമുക്തം എന്ന വിഷയത്തിൽ സ്കൂൾ, കോളേജ് തലത്തിൽ ശില്പശാലകൾ നടത്തും. ശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കാൽനടയാത്ര, സൈക്കിൾ റാലി, ഫ്ലാഷ് മോബ്, തെരുവു നാടകങ്ങൾ എന്നിവ സംഘടിപ്പിക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, ശുചിത്വ മിഷൻ, ഹരിത കേരളം മിഷൻ, കില തുടങ്ങിയ സ്ഥാപനങ്ങൾക്കാണ് പ്രചാരണത്തിന്റെ ചുമതല. വയനാട് ചൂരൽമല ദുരന്തം ഉള്ളുപൊട്ടുന്ന വേദനയോടെയല്ലാതെ ഓരോ മലയാളിക്കും അതിനെപ്പറ്റി ഓർക്കാനാവില്ല. ആ നേരത്ത് അവിടുത്തെ ആളുകൾ അനുഭവിച്ച ദുരിതം വാക്കുകൾക്കതീതമാണ്. ആ വേദന, ആ വിങ്ങൽ, അതെല്ലാം സ്വന്തം നോവായി കണ്ട് കവിതയാക്കിയിരിക്കുകയാണ് വീട്ടമ്മയായ പെട്ടത്തൂർ മണ്ണാർമല സ്വദേശിനി സൂര്യ നാരായണൻ. ചൂരൽമലയുടെ മക്കൾ എന്ന് പേരിട്ട ആ കവിത സൂര്യ ആലപിക്കുമ്പോൾ തേങ്ങലോടെയല്ലാതെ കേട്ടിരിക്കാൻ കഴിയില്ല. പാതിമയക്കത്തിലായിരുന്നു അവർ. ഉഗ്രശബ്ദത്തോടെ മണ്ണും കല്ലും വെള്ളവുമെല്ലാം ഒലിച്ചെത്തിയ നിമിഷം. ഒപ്പമുണ്ടായിരുന്നവർ കൈവിട്ടു പോകുന്ന കാഴ്ച പാതി വെളിച്ചത്തിൽ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്നവർ. എന്താണ് തങ്ങളുടെ നാടിന് പറ്റിയതെന്ന് ചിന്തിക്കാനുള്ള നേരം പോലും അവർക്ക് കിട്ടിയില്ല. ജീവിതവും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമെല്ലാം ഉരുളെടുത്ത ആ നിമിഷങ്ങൾ. വാക്കുകൾക്കതീതമാണ് അവർ അനുഭവിച്ച ആ വേദന. അതെല്ലാം സ്വന്തം നോവായി കണ്ടാണ് വീട്ടമ്മയായ വെട്ടത്തൂർ മണ്ണാർമല സ്വദേശിനി സൂര്യനാരായണൻ ഈ കവിത എഴുതിയിട്ടുള്ളത്. സ്വയം ചിട്ടപ്പെടുത്തിയ ഈണത്തിൽ സൂര്യ ആ കവിത ചൊല്ലുമ്പോൾ തേങ്ങലോടെയല്ലാതെ കേട്ടിരിക്കാൻ കഴിയില്ല.
നാളേക്കുള്ള സ്വപ്നവും നെയ്തു ഞങ്ങൾ പാതിമയക്കത്തിലുറങ്ങവേ എല്ലാ പ്രതീക്ഷയും കൈവിട്ടു പോമെന്ന പോലൊരു അലർച്ചയങ്ങു മുഴങ്ങിക്കേട്ടു. ആ ദുരന്ത വാർത്തയുടെ ഓരോ നിമിഷവും മനസ്സിനെ പിടിച്ചുലയ്ക്കുന്നതായിരുന്നെന്നും ആ നിമിഷങ്ങളിലുണ്ടായ മാനസിക സംഘർഷമാണ് കവിതയാക്കിയതെന്നും സൂര്യ പറയുന്നു. പല പ്രതീക്ഷകളും വെച്ചിട്ടാവില്ല അവരന്ന് ഉറങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു രാത്രി മഴവെള്ളപ്പാച്ചിൽ വന്നപ്പോൾ ഇവർക്ക് എന്താ പറയുക, രക്ഷപ്പെടാനൊരു വഴിയില്ലാതെ അങ്ങനെയാണ് എല്ലാ പ്രതീക്ഷകളും അതിൽ നഷ്ടപ്പെട്ട് ഒലിച്ചു പോയ ഒരവസ്ഥ. അപ്പോൾ അത് മനസ്സിന് വല്ലാതെ വേദനിപ്പിച്ചു. അത് കാരണം ഞാൻ അങ്ങനെ വരികൾ എഴുതി നോക്കിയതാണ്. അപ്പോൾ 2 മണിക്കൂർ കൊണ്ട് തന്നെ കവിത എഴുതലും എഡിറ്റ് ചെയ്യലും ഒക്കെ ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ ആ വേദന വല്ലാതെ മനസ്സിൽ തട്ടിയതുകൊണ്ടാണ് അതിന് എഴുതിയത്. സൂര്യ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഈ കവിത പങ്കുവച്ചതോടെയാണ് എല്ലാവരും അറിഞ്ഞത്. ഇതിനു മുന്നേയും നിരവധി കവിതകൾ എഴുതിയിട്ടുണ്ടെങ്കിലും അവയൊന്നും പുറത്തുവിട്ടിട്ടില്ലായിരുന്നു. 1.5 പേജിൽ ഒതുങ്ങിയ ഈ കവിത പബ്ലിഷ് ചെയ്യാനുള്ള തീരുമാനത്തിലാണ് സൂര്യ. എല്ലാ പിന്തുണയുമായി ഭർത്താവ് നാരായണനും സൂര്യയ്ക്കൊപ്പമുണ്ട്. നല്ല രീതിയിൽ എഴുതുന്നുണ്ട്. അത് പുറത്തേക്ക് പോയി ഈ കവിതയാണ്, ചൂരൽമഴയുടെ ഈ കവിതയാണ് ഫേമസ് ആയത്. നല്ല സപ്പോർട്ട് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഭർത്താവും 3 കുട്ടികളും അടങ്ങുന്നതാണ് സൂര്യയുടെ കുടുംബം. കവിത പുറത്തു വന്നതോടെ വിവിധ കൂട്ടായ്മകൾ സൂര്യയെ ആദരിക്കുകയുണ്ടായി. ചിത്രം വരയിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഈ വീട്ടമ്മ. ശ്വാസം മാത്രം മതിയെന്ന വിങ്ങലിൽ ദൈവത്തെ ഞങ്ങൾ അടുത്തു കണ്ടു. തൂത ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും ആഗസ്റ്റ് 25 ഞായറാഴ്ച നടക്കും. ക്ഷേത്രം തന്ത്രി അമയൂർ മനക്കൽ രാമനൻ ഭട്ടത്തിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. അന്നേ ദിവസം നിറപുത്തിരിയും പ്രഭാത ഭക്ഷണവും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികളായ പി സുബീഷ്, സി അനന്തനാരായണൻ എന്നിവർ അറിയിച്ചു. വള്ളുവനാട്ടിലെ തന്നെ പ്രസിദ്ധമായ തൂത ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ആനയൂട്ട് ഈ വരുന്ന ആഗസ്റ്റ് 25 അതിവിപുലമായി ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. രാവിലെ 4 മണിക്ക് അഷ്ടദ്രവ്യത്തോടുകൂടി 1008 നാളികേരം ഉപയോഗിച്ചുള്ള ഗണപതി ഹോമവും പ്രത്യക്ഷ ഗണപതിയെ വെള്ളയും കരിമ്പടവും വിരിച്ചിരുത്തി പ്രത്യക്ഷ ഗണപതിയായി സങ്കല്പിച്ചുകൊണ്ടുള്ള ഗണപതി ഹോമം, അതുപോലെ തന്നെ അത് കഴിഞ്ഞ ശേഷം ആനയൂട്ട്, അഷ്ടപതി, പ്രഭാത ഭക്ഷണം എന്നിവ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഇവിടെ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. വളരെ വിപുലമായി തന്നെ ഈ വർഷവും ആനയൂട്ട് ആഘോഷിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും ഈ കമ്മിറ്റി പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിൽ ആനയൂട്ടിനോടനുബന്ധിച്ച് വലിയ പന്തൽ ഒരുക്കേണ്ടതുണ്ട്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഭക്തജനങ്ങളിൽ നിന്ന് വിഭവങ്ങൾ സമാഹരിച്ചുകൊണ്ടിരിക്കുന്ന നാളികേരം ഉൾപ്പെടെ കൊട്ടത്തേങ്ങ ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ, അതുപോലെ തന്നെ അതിനാവശ്യമായ നെയ്യ്, ശർക്കര, അതുപോലെ തന്നെ നല്ലെണ്ണ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഭക്തജനങ്ങൾ ഉദാരമായി സംഭാവന ചെയ്യുന്നുണ്ട്. ഇനിയും അത്തരം സഹകരണം ആവശ്യമാണ്. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ലോക കൊതുക് ദിനാചരണത്തിന്റെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം ചെമ്മലശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്നു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം നിർവഹിച്ചു. കൂടുതൽ നീതിയുക്തമായ ലോകത്തിനായി മലമ്പനിക്കെതിരായ പോരാട്ടം ത്വരിതപ്പെടുത്താം എന്നതാണ് ഈ വർഷത്തെ കൊതുക് ദിനാചരണ സന്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോസ്റ്റർ രചനാ മത്സരം, ഉപന്യാസ മത്സരം, ഫ്ലാഷ് മോബ്, ഒപ്പന, ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ വിവിധ പരിപാടികൾ നടന്നു. ലോക കൊതുക് ദിനാചരണത്തിന്റെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം ചെമ്മലശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. പുലാമന്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സൗമ്യ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനൂപ് ടി എൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചന്ദ്രമോഹനൻ പനങ്ങാട്ട്, സ്ഥിരം സമിതി അധ്യക്ഷരായ സാവിത്രി ടി, നസീറ എം ടി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ റജീന, ഉമ്മുസൽമ, പഞ്ചായത്ത് അംഗം മുഹമ്മദ് ഹനീഫ, ബ്ലോക്ക് സാമൂഹികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എസ് കെ മുഹമ്മദ് അലി, ചെമ്മലശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ, ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷണൽ മീഡിയ ഓഫീസർ പി എം ഫസൽ, ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് ബയോളജിസ്റ്റ് മുജീബ് റഹ്മാൻ, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റിനാസ്, ബ്ലോക്ക് ഹെൽത്ത് സൂപ്പർവൈസർ വി വി ദിനേശ്, ചെമ്മലശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു.
കൊതുക് ദിനാചരണവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കായി നടത്തിയ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. ചെറുപ്പശ്ശേരി അയ്യപ്പൻകാവ് ജീവനക്കാരൻ പി രാമദാസ് രചിച്ച അറേക്കാവ് ഭഗവതി സുപ്രഭാതം സംഗീത ആൽബം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം.ആർ. മുരളി പ്രകാശനം ചെയ്തു. അറേക്കാവ് ഭഗവതി ക്ഷേത്ര ഹാളിൽ നടന്ന ചടങ്ങിൽ മാനേജിംഗ് ട്രസ്റ്റി പങ്കജാക്ഷൻ മംഗലശ്ശേരി അധ്യക്ഷത വഹിച്ചു. ആൽബത്തിന്റെ സംഗീത സംവിധാനവും ആലാപനവും നിർവഹിച്ചത് പ്രദീപ് ചെറായയാണ്. ബിജുമോൻ പന്തിരുകുലം, ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ആനന്ദ് കുലുക്കല്ലൂർ, ട്രസ്റ്റിമാരായ വി കെ രാധാകൃഷ്ണൻ, ബൂൺ രാധാകൃഷ്ണൻ, പാരമ്പര്യ ട്രസ്റ്റി ഐ ദേവിദാസൻ എന്നിവർ സംസാരിച്ചു. നല്ല ഭാവി സംഗീത സംവിധാന രംഗത്ത് പ്രദീപിനുണ്ട് എന്നുള്ളത് നിശ്ചയമാണ്. അത് പ്രദീപിൻ്റെ സംവിധാനം ചെയ്ത പാട്ടുകൾ കേട്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. നല്ല ഭാവിയുള്ള ഒരു കലാകാരനാണ് പ്രദീപ്. ആ നിലയിൽ പ്രദീപിൽ നിന്നും ഇനിയും ധാരാളം ഇത്തരത്തിലുള്ള മനോഹരങ്ങളായ സൃഷ്ടികൾ നമുക്ക് കേൾക്കാൻ കാണാൻ സാധിക്കണം. ചെറുപ്പശ്ശേരി അയ്യപ്പൻകാവ് ദേവസ്വം ബോർഡ് ജീവനക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ആദ്യ ഗഡുവായി 1 ലക്ഷം രൂപ നൽകി. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം.ആർ. മുരളിക്ക് തുക കൈമാറി. ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ എക്സിക്യൂട്ടീവ് ഓഫീസർമാരായ പങ്കജാക്ഷൻ മംഗലശ്ശേരി, ആനന്ദ് കുലുക്കല്ലൂർ, ട്രസ്റ്റിമാരായ ബൂൺ രാധാകൃഷ്ണൻ, വി രാധാകൃഷ്ണൻ, ഐ ദേവിദാസൻ, മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, മൂത്തേടത്ത് മന വാസുദേവൻ നമ്പൂതിരി, പി രാമദാസൻ, എം കെ മുരളീധരൻ, സി രാജേഷ്, മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു. വാണിജ്യ വാർത്തകൾ. പുരുഷ വസ്ത്രങ്ങളുടെയും കുട്ടികളുടെ വസ്ത്രങ്ങളുടെയും പുത്തൻ ലോകം തുറന്ന് പോളോ മെൻസ് ആൻഡ് കിഡ്സ് സ്റ്റോർ ശ്രീകൃഷ്ണപുരത്ത് നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ഷോറൂം പാണക്കാട് സയ്യിദ് മുബഷിർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ജെൻസ് ആൻഡ് കിഡ്സ് വസ്ത്രങ്ങളുടെ പുത്തൻ കളക്ഷനുമായാണ് പോളോ മെൻസ് ആൻഡ് കിഡ്സ് സ്റ്റോർ ശ്രീകൃഷ്ണപുരം SBI ജംഗ്ഷനിൽ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. ഷോറൂം പാണക്കാട് സയ്യിദ് മുബഷിർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഫസ്റ്റ് ഫ്ലോറിന്റെ ഉദ്ഘാടനം CPM ലോക്കൽ സെക്രട്ടറി ബി രാജേഷ് നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക, വ്യാപാരി വ്യവസായി സമിതി ഏരിയ പ്രസിഡന്റ് ബേബി ശ്രീകൃഷ്ണപുരം, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി ബേബി കലമറ്റം, വാർഡ് മെമ്പർ MK ദ്വാരകനാഥൻ, സന്തോഷ് കുമാർ, ഭാസ്കരൻ ചിങ്ങനഴി, പ്രൊപ്പറേറ്റർമാരായ അബ്ദുൾ ഹക്കീം, സുൽഫീഖർ എന്നിവർ പങ്കെടുത്തു. ന്യൂജൻ വസ്ത്രങ്ങളുടെയും ഫാഷൻ വസ്ത്രങ്ങളുടെയും ദ കംപ്ലീറ്റ് ഔട്ട്ലെറ്റ് ആണ് പോളോ. 1000 സ്ക്വയർ ഫീറ്റിൽ വിപുലമായ കളക്ഷനാണ് കുട്ടികൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാ പർച്ചേസുകൾക്കും 10% ഡിസ്കൗണ്ട് ഒരുക്കിയിട്ടുണ്ട്.
സഫ ഗ്രൂപ്പിന്റെ ഹോൾസെയിൽ ഡിവിഷൻ ദുബായിൽ ഗോൾഡ് സൂക്കിൽ ആരംഭിച്ചു. ഷോറൂമിന്റെ ഉദ്ഘാടനം സൗദി പ്രഷ്യസ് മെറ്റൽ നാഷണൽ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ അബ്ദുൽ ഖനി ബക്കൂർ അൽ സായഖ്, വൈസ് ചെയർമാൻ ഷെയ്ഖ് അലി സലേഹ്, ബാത്തർഫി അൽ ഖിന്ദി എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ജെം ആൻഡ് ജ്വല്ലറി മേഖലയിൽ 34 വർഷത്തെ അഭിമാന ചരിത്രവുമായി മുന്നേറുന്ന സഫ ഗ്രൂപ്പിന്റെ ആഗോള വിപുലീകരണത്തിന്റെ ഭാഗമായാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെ ഹോൾസെയിൽ ഡിവിഷൻ ഓഗസ്റ്റ് 22 വ്യാഴാഴ്ച ദുബായ് ദേറ ഗോൾഡ് സൂക്കിൽ ആരംഭിച്ചത്. പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ഷോറൂമിന്റെ ഉദ്ഘാടനം സൗദി പ്രഷ്യസ് മെറ്റൽ നാഷണൽ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ അബ്ദുൽ ഖനി ബുക്കൂർ അൽ സായിഖ്, വൈസ് ചെയർമാൻ ഷെയ്ഖ് അലി സലേഹ്, ബദർഫി അൽ ഖിത്തി എന്നിവർ ചേർന്ന് നിർവഹിച്ചു. അറബ് ലോകത്തെ ജ്വല്ലറികൾക്കും ആഭരണങ്ങൾ ഹോൾസെയിലായി ലഭ്യമാക്കാൻ ഇതുവഴി സാധ്യമാകും. ഇതോടെ സഫ ഗ്രൂപ്പിന് കീഴിൽ ഇന്ത്യയിലും വിദേശത്തുമായി ജമാൻ ജ്വല്ലറി മേഖലയിൽ റീറ്റെയിൽ, ഹോൾസെയിൽ, മാനുഫാക്ചറിംഗ്, എഡ്യൂക്കേഷൻ വിഭാഗങ്ങളിലായി 26 സംരംഭങ്ങൾ നിലവിൽ വന്നു. ലോറോൾ എന്ന ബ്രാൻഡിൽ സഫ ഗ്രൂപ്പിന്റെ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂരിൽ 2018 മുതൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഷെയ്ഖ് അബ്ദുൽ അസീസ് മുബാറക് ബ ഗാത്യൻ, അമ്മാരി ഗ്രൂപ്പ് ചെയർമാൻ ഷെയ്ഖ് അബ്ദുള്ള സലീം അൽ അമ്മാരി, ബ ഹംദീൻ EST ചെയർമാൻ ഷെയ്ഖ് ഹുസൈൻ അബ്ദുള്ള ബ ഹംദാൻ, ഷെയ്ഖ് സലാഹ് സലീം അൽ അമ്മാരി, ബൈത്ത് അൽ അൽമാസ് കമ്പനി ചെയർമാൻ ഷെയ്ഖ് സാലഹ് ഹുസൈൻ അൽ സഹരി, എമറാൾഡ് ജ്വല്ലറി ഗ്രൂപ്പ് ചെയർമാൻ അൽ ഷെയ്ഖ് അദീദ് മുഹമ്മദ് ഇദ്രീസ്, പ്രശസ്ത ജ്വല്ലറി വ്ളോഗർ ഡോക്ടർ അഹമ്മദ് മോസിൻ അൽ മിൻഹാലി തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. സഫ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ KTMA സലാം, സഫ ഗ്രൂപ്പ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് ഡയറക്ടർ KT അബ്ദുൽ കരീം, HR ആൻഡ് പർച്ചേസ് ഡയറക്ടർ KT മുഹമ്മദ് ഹനീഫ, ഓപ്പറേഷൻസ് മാനേജർ KT നൂറു സമാൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഇന്ത്യയിലെ തന്നെ മികവിന്റെ കേന്ദ്രമായി ഭാരത സർക്കാർ അംഗീകരിച്ച സഫ ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെംസ് ആൻഡ് ജ്വല്ലറിയുടെ പിൻബലത്തോടെ വേറിട്ട സംരംഭമായ ക്ലാരസ് മലബാറിലെ ഏറ്റവും വലിയ ഡിസൈനർ ജ്വല്ലറിയായി 2017 പെരിന്തൽമണ്ണയിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഗാനഗന്ധർവൻ പത്മവിഭൂഷൺ ഡോക്ടർ KJ യേശുദാസാണ് അന്ന് ഉദ്ഘാടനം നിർവഹിച്ചത്. തുടർന്ന് 2022 മെയ് 28 പ്രശസ്ത സിനിമാ താരം മമത മോഹൻദാസ് ക്ലാരസിന്റെ മഹാവിപുലീകരണ പദ്ധതി പ്രഖ്യാപിച്ചു. ക്ലാരസിന്റെ സേവനം ദേശീയതലത്തിൽ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ആരംഭിക്കുന്ന ഡിസൈനർ ജ്വല്ലറികളുടെ ശ്രേണിയിൽ ആദ്യത്തേത് 2022 സെപ്റ്റംബർ 29 പാണക്കാട് സയ്യിദ് മുനവർലി ശിഹാബ് തങ്ങൾ ഗൂഡല്ലൂരിന് സമർപ്പിച്ചു. തുടർന്ന് ലോകോത്തര നിലവാരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ആഭരണങ്ങളുടെ അമൂല്യ ശേഖരവുമായി ക്ലാരസ് ലൈഫ് സ്റ്റൈൽ ജ്വല്ലറി കണ്ണൂർ ഷോറൂമിന്റെ ഉദ്ഘാടനം 2023 സെപ്റ്റംബർ 30 കണ്ണൂർ സെക്യൂറ സെന്ററിൽ പ്രശസ്ത സിനിമാ താരം ഐശ്വര്യ ലക്ഷ്മിയും, തിരുവനന്തപുരം ഷോറൂമിന്റെ ഉദ്ഘാടനം 2023 ഒക്ടോബർ 1 ലുലു ഇന്റർനാഷണൽ മാളിൽ സഫ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ KTMA സലാം നിർവഹിച്ചു. ക്ലാരസ് ജ്വല്ലറിയുടെ സോഫ്റ്റ് ലോഞ്ചും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെംസ് ആൻഡ് ജ്വല്ലറിയുടെ ലോഗോ ലോഞ്ചും ഈയിടെ ഷാർജ കമോൺ കേരള എക്സ്പോ സെന്ററിൽ നടന്ന പ്രൗഢമായ ചടങ്ങിൽ ചലച്ചിത്ര സംവിധായകൻ ബ്ലസിയും യുണൈറ്റഡ് ബിസിനസ് മീഡിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ക്രാന്തി നട്വേക്കറും ചേർന്ന് നിർവഹിച്ചിരുന്നു. സഫ ഗ്രൂപ്പ് അടുത്ത 5 വർഷത്തേക്ക് തയ്യാറാക്കിയ ആഗോള വിപുലീകരണ പദ്ധതിയുടെ ഭാഗമായി കേരളം, തമിഴ്നാട്, UAE ദുബായ്, അബുദാബി അടക്കമുള്ള എമിറേറ്റ്സുകളിലും സൗദി അറേബ്യയിലും പുതിയ സംരംഭങ്ങൾ താമസിയാതെ ആരംഭിക്കുന്നതാണെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഏലംകുളം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ അഴിമതി ആരോപിച്ച് LDF പ്രക്ഷോഭത്തിൽ. കൊട്ടേഷൻ ഇല്ലാതെ പഞ്ചായത്ത് അംഗത്തിന്റെ വാഹനത്തിന് ഫണ്ട് അനുവദിച്ചതിനെതിരെ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ചെറുപ്പളശ്ശേരിയിൽ കഞ്ചാവ് വേട്ട. അന്യസംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലത്തു നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 1/2 കിലോയോളം കഞ്ചാവ് പോലീസ് പിടികൂടി. ബീഹാർ സ്വദേശി അറസ്റ്റ്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്കെതിരെ വീണ്ടും വിമർശനവുമായി നഗരസഭാ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ. ആശുപത്രിയിലെത്തുന്നവർക്ക് കൃത്യമായ ചികിത്സ ലഭിക്കുന്നില്ലെന്ന് ആക്ഷേപം. സേവന മനോഭാവത്തോടെയല്ല ഡോക്ടർമാർ രോഗികളെ കാണുന്നതെന്നും കൗൺസിലിൽ വിമർശനം. പട്ടാമ്പി പാലത്തിന്റെ പേരിൽ UDF നടത്തുന്ന സമരം ആഭാസമെന്ന് LDF നേതാക്കൾ. സമരം ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടുന്നു. UDFന്റെ സമരാഭാസങ്ങൾക്കെതിരെ പ്രതിഷേധ സംഗമങ്ങൾ നടത്തുമെന്നും LDF നേതാക്കൾ. പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കാൻ ടെൻഡറായി. മണ്ണാർക്കാട് തെങ്കര തത്തേങ്ങലത്ത് റബ്ബർ ഷീറ്റ് മോഷണം. 400 കിലോ റബ്ബർ ഷീറ്റും 200 കിലോ ഒട്ടുപാലും മോഷണം പോയി. CCTV ഓഫാക്കിയാണ് മോഷണം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. നിരവധി കേസുകളിൽ പ്രതിയായ കൊട്ടേഷൻ സംഘാംഗം നെല്ലായ സ്വദേശി മുഹമ്മദ് മുനീർ ചെറുപ്പളശ്ശേരിയിൽ അറസ്റ്റിൽ.
അറസ്റ്റ് ചായക്കടയിൽ വെച്ച് മധ്യവയസ്കനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ. കാപ്പ നിയമലംഘനം നടത്തി മലപ്പുറം ജില്ലയിൽ പ്രവേശിച്ച പ്രതിയെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.